അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ ശിരസ് ചുംബിക്കാൻ ഓരോ മുസ്ലിമും കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് ആദ്യമായി ഞാൻ തന്നെ നിറവേറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിരസ് ചുംബിച്ചു ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത്രമാത്രം പ്രാധാന്യമുള്ള ആ സ്വഹാബി ആരാണ്? ആ സ്വഹാബിയുടെ ചരിത്രം എന്താണ്? അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ കഥ കേൾക്കാം. സ്വഹാബികളുടെ വീരോചിതമായ ചരിത്രങ്ങൾ ധാരാളം നാം കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ പ്രത്യേകമായ പരാമർശം അർഹിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. കാരണം ലോകത്തെ സമുന്നതരായ രണ്ട് നേതാക്കളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി ചെല്ലാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതപ്രകാരം അവസരം കിട്ടിയവരാണ് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. റോമാ ചക്രവർത്തി സീസർ അഥവാ കൈസറും പേർഷ്യൻ ചക്രവർത്തി കിസ്രായുമാണ് ആ രണ്ട് ആളുകൾ. പരിസര പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളിലുള്ള ആളുകളിലേക്ക് ഹിജ്റ 6-ാം വർഷം മുതൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തുകൾ അയക്കുകയുണ്ടായി. വിദൂര രാജ്യങ്ങളിലേക്ക് അവിടുത്തെ ഭാഷകൾ അറിയില്ല, അവരുടെ നിലപാടുകൾ അറിയില്ല, ഒരുപക്ഷെ ജീവൻ വരെ പണയപ്പെടുത്തി ചെയ്യേണ്ട സാഹസം അതിനെക്കുറിച്ച് സ്വഹാബാക്കൾക്കിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്തു. ഒരുപക്ഷെ കത്ത് കൊണ്ടുപോകുന്ന ആളുകൾ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. കാരണം അവരുടെ ആ മതം വിട്ട് യഥാർത്ഥ മതം ഇസ്ലാമാണ്, അതിലേക്ക് വരണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശമാണ് ആ കത്തിന്റെ ഉള്ളടക്കം. അത് കൊണ്ടുപോകുന്ന ആളുകൾ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുമായി ഡിസ്കസ് ചെയ്തു. അവരെല്ലാവരും ഒറ്റവാക്കിൽ പറഞ്ഞു, തങ്ങൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. സ്വഹാബികൾ ഓരോരുത്തരും ആഗ്രഹിച്ചു, ആ കത്ത് കൊണ്ടുപോകുന്ന വ്യക്തികളിൽ എന്നെയും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ സംഘത്തെ അതിനുവേണ്ടി, ഒരു ഗ്രൂപ്പ് അതിനുവേണ്ടി നിയോഗിച്ചു. ആ സംഘത്തിൽ 6 പേരുണ്ടായിരുന്നു. ആ 6 പേരിൽ ഉൾപ്പെട്ട വ്യക്തിത്വമായിരുന്നു അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ആദ്യമായി കിട്ടിയ ദൗത്യം പേർഷ്യൻ ചക്രവർത്തിയായ കിസ്രായിലേക്ക് ദൗത്യം എത്തിക്കുക എന്ന അതിമഹത്തായ ഒരു നിയോഗമായിരുന്നു. യാത്രക്കുള്ള ഒട്ടകത്തെ അബ്ദുല്ലാഹിബ്നു ഹുദാഫ തയ്യാറാക്കി. ഭാര്യയോടും കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും എല്ലാം യാത്ര പറഞ്ഞു. ഒരുപക്ഷെ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത അവസാനത്തെ യാത്ര. കാടുകളും മലകളും താഴ്വാരങ്ങളും മരുഭൂമികളും അരുവികളും എല്ലാം താണ്ടി ആ യാത്ര മുന്നോട്ട് പോയി. പേർഷ്യൻ രാജാവായ കിസ്രായുടെ ആ രാജ്യത്തിന്റെ അതിർത്തിയിൽ ചെന്ന് അതിർത്തിയിലുള്ള പട്ടാളക്കാരോട് നിങ്ങളുടെ രാജാവിന് ഒരു ദൗത്യവുമായി, ഒരു കത്തുമായി വന്നതാണ് ഞാൻ എന്നറിയിക്കുകയും അവരുടെ അനുമതി പ്രകാരം ആ രാജ്യത്ത് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് ഒരു ദൗത്യവുമായി ഒരാൾ വരുന്നു എന്നറിഞ്ഞ രാജാവ് പ്രമാണിമാരായ പ്രമുഖരായ എല്ലാ ആളുകളെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. കൊട്ടാരം അലങ്കരിച്ച് തയ്യാറാക്കി വെച്ച കൊട്ടാരത്തിലേക്ക് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ആനയിക്കപ്പെട്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും വലിയ സൗകര്യങ്ങളും എല്ലാമുള്ള കൊട്ടാരത്തിലേക്ക് വളരെ സിമ്പിളായ പരുക്കൻ വസ്ത്രം ധരിച്ച് ഏറ്റവും സിമ്പിളായ രീതിയിൽ കടന്നു വന്ന അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ കണ്ട് അവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. വസ്ത്രം പരുക്കനാണെങ്കിലും ഏറ്റവും സിമ്പിളായതാണെങ്കിലും കൺകളിലും മുഖത്തും ശരീരത്തിന്റെ ഭാവത്തിലും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിച്ചതിന്റെ എല്ലാവിധ അഭിമാനത്തോടും കൂടെയായിരുന്നു കൊട്ടാരത്തിന്റെ അകത്തേക്കുള്ള ആ നടത്തം. ഹുദാഫയെ അല്പം അകലെ കണ്ട ഉടനെ രാജാവിനുള്ള കത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി കൊട്ടാരത്തിലെ ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നുവെങ്കിലും അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കത്ത് അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നയച്ചതാണ്. ഇത് രാജാവിന് നേരിട്ട് കൊടുക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ രാജാവ് എന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു രാജാവിന്റെ അടുത്ത് നേരെ ചെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ത് കൊടുത്തു. ആ കത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യൻ ചക്രവർത്തിയായ കിസ്രാക്ക് അയക്കുന്ന കത്ത്. സന്മാർഗം പിൻപറ്റാൻ സന്നദ്ധരായവർക്കൊക്കെ സമാധാനമംഗളങ്ങൾ തുടങ്ങി ആ കത്തിന്റെ ആദ്യ ഭാഗം വായിച്ചപ്പോൾ തന്നെ കിസ്റാക്ക് ദേഷ്യം പിടിച്ചു. കാരണം ആദ്യം തന്നെ മുഹമ്മദ് നബി അവിടുത്തെ പേര് എഴുതിക്കൊണ്ട്, രണ്ടാമത് തന്റെ പേര് എഴുതിക്കൊണ്ട് പ്രത്യേകമായ രീതിയിലുള്ള ആ പരാമർശം എന്തുകൊണ്ടൊക്കെയോ അഹങ്കാരത്തിന്റെ ഭാവം കൊണ്ടോ സ്ഥാനമാനങ്ങളിൽ ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന മനസ്സിന്റെ വിഹുലതകൾ കൊണ്ടോ ആ രാജാവിന് അത് അസ്വസ്ഥമായി തോന്നി. ആ കത്ത് ഉടനെ തന്നെ കീറി പിച്ചിച്ചീന്തി വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അതിൽ പറയുന്ന സന്ദേശം എന്താണ് എന്ന് വായിച്ചു പോലും നോക്കാതെ ആ കത്ത് നശിപ്പിച്ചു കളഞ്ഞു. എനിക്ക് ഇങ്ങനെയൊക്കെ കത്തെഴുതാൻ ഒരാൾക്ക് എങ്ങനെ ധൈര്യമെന്നു വന്നായിരുന്നു പേർഷ്യൻ രാജാവ് കിസ്റായുടെ ചിന്തകൾ. ഉടനെ തന്നെ അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ ആ സദസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ രാജാവ് നിർദ്ദേശിക്കുകയും പട്ടാളക്കാർ അങ്ങനെ ചെയ്യുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് തിരിച്ച് യാത്ര തുടർന്നു. മദീന ലക്ഷ്യമാക്കിയുള്ള ആ യാത്ര, എന്തൊക്കെയാണ് വഴിയിൽ കാത്തിരിക്കുന്നത് എന്നറിയാതെയുള്ള ആ യാത്ര മുന്നോട്ട് തുടർന്നു. ഇനി എന്ത് സംഭവിച്ചാലും യാതൊരു കുഴപ്പവുമില്ല. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ച ആ കത്ത്, ആ സന്ദേശം എത്തേണ്ട ഇടത്ത് ഞാൻ എത്തിച്ചിരിക്കുന്നു.
ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പങ്ങളുമില്ല. ഈ സമയമായപ്പോഴത്തേക്കും കോപാകുലനായ രാജാവ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ വീണ്ടും തിരിച്ച് പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പട്ടാളക്കാരോട് കൽപ്പിച്ചു. അവർ പുറത്തിറങ്ങി നാലുപാടും പരിശോധിച്ചുവെങ്കിലും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ കണ്ടില്ല. കാരണം അവർ പലയിടത്തും യാത്ര ചെയ്തു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ചപ്പോഴേക്കും അവർക്ക് ബോധ്യപ്പെട്ടത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ആ രാജ്യത്തിൻ്റെ ഏതോ ദീർഘമായ ദൂരത്തേക്ക് യാത്ര ചെന്നെത്തിയിരിക്കുന്നു, എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്തിലേക്ക് അവർ യാത്രയായിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ദീർഘമായി യാത്ര ചെയ്ത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് എത്തി. ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, അയാളുടെ രാജാധികാരത്തെ അള്ളാഹു പിച്ചി ചീന്തട്ടെ എന്ന്. എന്നാൽ ദേഷ്യമൊട്ടും അടങ്ങാതിരുന്ന പേർഷ്യൻ ചക്രവർത്തി കിസ്റ, പേർഷ്യൻ ഭരണകൂടത്തിന് കീഴിൽ യമനിൽ ഭരണം നടത്തുന്ന ബാദാൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് കത്തെഴുതി ഹിജാസിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രവാചകരാണ് എന്ന് പറയുന്ന ആ വ്യക്തിയെ പിടിച്ചു കെട്ടി തൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി എല്ലാ കഴിവുമുള്ള 2 മല്ലന്മാരായ ആളുകളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പേർഷ്യൻ ചക്രവർത്തി കിസ്റായുടെ നിർദ്ദേശപ്രകാരം ബാദാൻ എന്ന യമനിലെ ഭരണകർത്താവ് അയക്കുകയാണ്. അവരവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ച് കിസ്റയുടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഭരണാധികാരിയുടെ മുമ്പിലെത്തിക്കുക എന്നതാണ് നിർദ്ദേശം. ആ 2 മല്ലന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. ത്വായിഫിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ശത്രുതയുള്ള ചില ആളുകളെ അവർ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരാളെ അന്വേഷിച്ച് പോവുകയാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശത്രുക്കൾ മക്കയിൽ ചെന്ന് ആ സന്തോഷ വാർത്ത എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. പേർഷ്യൻ ചക്രവർത്തി കിസ്റ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു, ഇല്ലാതാക്കാനുള്ള എല്ലാ പരിപാടികളും ആരംഭിച്ചിരിക്കുന്നു, അവർ വലിയ സന്തോഷം എന്ന രീതിയിൽ എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ മദീനയിലാണ് പ്രവാചകരുള്ളത് എന്ന് മനസ്സിലാക്കിയ ആ ബാദാന്റെ 2 ആളുകൾ യാത്ര മുന്നോട്ട് പോയി. അങ്ങനെ ബാദാൻ നിയോഗിച്ച ആ 2 മല്ലന്മാരായ ആളുകൾ ശ്രേഷ്ഠരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു, താങ്കളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ബാദാന്റെ ഭരണാധികാരി ബാദാന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വന്നിരിക്കുന്നത് അനുസരണയോടുകൂടെ താങ്കൾ ഞങ്ങളുടെ കൂടെ കിസ്റായുടെ ഭരണാധികാരിയായ കിസ്റയുടെ പേർഷ്യൻ ചക്രവർത്തിയുടെ അരികിലേക്ക് വരിക. താങ്കൾ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും താങ്കൾക്ക് അനുകൂലമായ റിപ്പോർട്ട് രാജാവിന് നൽകാമെന്ന് ഞങ്ങൾ വാക്ക് നൽകുന്നു. രാജാവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് താങ്കളെ സംരക്ഷിക്കാനായത് ഞങ്ങൾ ചെയ്യുമെന്നും വാക്ക് നൽകുന്നു. ഇനി വിസമ്മതിക്കാനാണ് താങ്കളുടെ ഭാവമെങ്കിൽ കിസ്റായുടെ ശക്തിപ്രഭാവങ്ങൾ താങ്കൾക്ക് അറിയുന്നതാണ്. ഒരുപക്ഷെ താങ്കളും താങ്കളുടെ ജനത മുഴുവനും നശിപ്പിക്കപ്പെട്ടേക്കാം. ആ 2 മല്ലന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പോയി നാളെ നിങ്ങൾ വരിക. അങ്ങനെ അവർ തിരിച്ചു പോയി. പിറ്റേ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആ 2 മല്ലന്മാർ വരികയാണ്. വന്ന് അവർ ഉടനെ ചോദിച്ചു, കിസ്റ ചക്രവർത്തിയുടെ അടുത്തേക്ക് ഞങ്ങളുടെ കൂടെ പുറപ്പെടാൻ താങ്കൾ തയ്യാറായി കഴിഞ്ഞോ? യാത്ര പുറപ്പെടാമല്ലേ എന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങൾ കിസ്റ ചക്രവർത്തിയെ കാണുകയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ കിസ്റ ചക്രവർത്തി ലോകത്തു നിന്ന് മരണപ്പെട്ടിരിക്കുന്നു. അയാളുടെ മകൻ ഷീറവൈഹി എന്നയാൾ അയാളെ വധിച്ചിരിക്കുന്നു. അങ്ങനെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിശയവും അത്ഭുതവും എല്ലാം പ്രകടിപ്പിക്കുന്ന മുഖവുമായി ആ മല്ലന്മാർ ഹബീബിൻ്റെ ആ സുന്ദരമായ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്? തങ്ങളുടെ ഭരണാധികാരിയുടെയും ഭരണാധികാരികളായ മുഴുവൻ ആളുകളുടെയും ചക്രവർത്തിയായ ഭരണാധികാരി മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ദൂരെ എത്രയോ മൈലുകൾക്കപ്പുറത്തിരുന്ന് പ്രവാചകത്വം വാദിക്കുന്ന ഈ മനുഷ്യൻ പറയുന്നത്. ഇത് ശരിയായിരിക്കുമോ? ഏതായാലും അത്ഭുതവും നിരാശയും ആശങ്കയും എല്ലാം കൂടിക്കലർന്ന ആ ഒരു മാനസികാവസ്ഥയിൽ അവർ പറഞ്ഞു, അങ്ങനെ താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇതെല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ളൊരു കത്ത് ഞങ്ങളെ പറഞ്ഞയച്ച യമനിലെ ഭരണാധികാരി ബാദാന് കൊടുക്കാൻ വേണ്ടി താങ്കൾക്കൊരു കത്ത് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുമോ? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായിട്ടും കത്ത് തരാം. നിങ്ങൾ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയുക, താങ്കളുടെ രാജ്യം വ്യാപിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ മതം വിശുദ്ധമായ ഇസ്ലാം എത്തിച്ചേരും. ബാദാനോട് നിങ്ങൾ പറയുക, നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് മാറാൻ തയ്യാറാണെങ്കിൽ താങ്കളുടെ രാജ്യത്തിൻ്റെ അധികാരം താങ്കൾക്ക് തന്നെ നൽകുന്നതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതായി അവരോട് പറയുക. ആ 2 മല്ലന്മാർ യാത്ര ചെയ്ത് യമനിലെ ഭരണാധികാരിയായ ബാദാൻ്റെ അടുത്തേക്ക് എത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട് ശാന്തമായി ബാദാൻ പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ
അത് പ്രവാചകർ തന്നെയാകുന്നു. ഇനി ആ പറഞ്ഞതെല്ലാം സത്യമല്ലെങ്കിൽ അവരുടെ പേരിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് നമുക്ക് ആലോചിക്കാം. ഇത് പറഞ്ഞ് അല്പമൊന്നും കഴിയേണ്ടി വന്നില്ല. അപ്പോഴേക്കും പേർഷ്യ ഭരണകൂടത്തിൽ നിന്ന് ഒരു കത്ത്, ഷീറവൈഹിയുടെ കത്ത്, മകൻ്റെ കത്ത് ബാദാന് എത്തുകയുണ്ടായി. കിസ്റ ചക്രവർത്തിയെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജനതയോട്, സ്ത്രീകളോട്, കുട്ടികളോട്, മറ്റ് പലരോടും അദ്ദേഹം ചെയ്ത ക്രൂരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്, ആ പ്രതികാരം തീർക്കാൻ വേണ്ടി, നമ്മുടെ ജനതയ്ക്ക് വേണ്ടിയാണ് കിസ്റ ചക്രവർത്തിയെ ഞാൻ കൊന്നുകളഞ്ഞത്. ഇനി മുതൽ ഞാനാണ് ഭരണാധികാരി. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഉടനെ താങ്കളും താങ്കളുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും എന്നെ അനുസരിച്ചുകൊണ്ട് എനിക്കുള്ള സമർപ്പണം പ്രഖ്യാപിക്കാൻ തയ്യാറാവുക. ഈ കത്ത് കിട്ടേണ്ട താമസം ബാദാൻ ഉറക്കെ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് പോവുകയാണ്. ബാദാൻ എന്ന ഭരണാധികാരിയും യമനിലുള്ള ജനങ്ങളെല്ലാവരും, പേർഷ്യയിൽ നിന്ന് വന്ന പലരും ഉണ്ടായിരുന്നു, അവരെല്ലാവരും വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു കിസ്റ ചക്രവർത്തി എന്ന പേർഷ്യയിലെ ചക്രവർത്തിയെ കണ്ട അതിസംഭവ ബഹുലമായ കഥ. ഇനി റോമാ ചക്രവർത്തിയായ കൈസറിനെ കണ്ട മറ്റൊരു മനോഹരമായ കഥ കൂടെ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫക്ക് പറയാനുണ്ട് റളിയല്ലാഹു അൻഹു. ഹിജ്റ 19-ാം ആണ്ടിൽ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു കരുത്തുറ്റ സൈന്യത്തെ പറഞ്ഞയച്ചു. ആ സൈന്യത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനോടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സമർപ്പണത്തിൻ്റെയും എന്ത് ത്യാഗം ചെയ്യാനുള്ള മനസ്സിൻ്റെയും ധീരമായ പ്രവർത്തനങ്ങളുടെയും പേടിയില്ലാത്ത യുദ്ധസന്നദ്ധതയുടെയും ധാരാളം കഥകൾ അപ്പോഴേക്കും സീസർ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സീസർ സൈനികരോട് പറഞ്ഞു, യുദ്ധത്തിനിടയിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ ആരെങ്കിലും കിട്ടിയാൽ കൊന്നുകളയാതെ അവരെ എൻ്റെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന്, ദയവായി എൻ്റെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ ആ യുദ്ധത്തിനിടയിൽ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ റോമക്കാരായ സൈനികർക്ക് കിട്ടുന്നു. അവർ നേരെ സീസറിൻ്റെ മുമ്പിൽ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു തങ്ങളെ ഹാജരാക്കിയിട്ട് പറഞ്ഞു, അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ വ്യക്തി ആദ്യകാലത്ത് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച അവിടുത്തെ സന്തത സഹചാരിയും ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളുമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് സാഗൂതം നോക്കി വീക്ഷിച്ചുകൊണ്ട് റോമൻ ചക്രവർത്തി കൈസർ പറഞ്ഞു, ഞാനൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാം. എന്താണത്? നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരികയാണെങ്കിൽ താങ്കളെ ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടേക്കും. മാത്രവുമല്ല, പല സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും. ദൃഢനിശ്ചയത്തോടുകൂടെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പ്രതികരിച്ചു, അതിനേക്കാളും എനിക്ക് നല്ലത് 1000 തവണ മരണപ്പെടുകയാണ്. കൈസർ പറഞ്ഞു, ഒരു കുലീന കുടുംബത്തിലെ ഉന്നതനായ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ താങ്കളെ കാണുന്നത്. ഞാൻ പറയുന്നത് താങ്കൾ അനുസരിക്കുകയാണെങ്കിൽ, ക്രിസ്ത്യാനിറ്റിയിലേക്ക് താങ്കൾ വരികയാണെങ്കിൽ താങ്കൾക്കെല്ലാം ഞാൻ ചെയ്തു തരും. എൻ്റെ ഭരണത്തിൽ വരെ പങ്കാളിത്തം, മഹാസാമ്രാജ്യത്വത്തിൻ്റെ ഭരണത്തിൽ പങ്കാളിത്തം വരെ ഞാൻ താങ്കൾക്ക് നൽകാൻ തയ്യാറാണ്. അത് കേട്ട് ബന്ധനസ്ഥനായി നിൽക്കുന്ന, കൈവിലങ്ങുകളിൽ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ സാമ്രാജ്യത്തിലുള്ളത് മുഴുവനും എനിക്ക് തന്നാലും, അറബികളുടെ കൈവശമുള്ളത് അത്രയും തന്നാലും, ഒരു സെക്കൻഡ് പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതത്തിൽ നിന്ന് മാറാൻ, ആ മഹാ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഞാൻ ഒരുക്കമല്ല. കൈസർ പറഞ്ഞു, എങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ദൃഢനിശ്ചയത്തോടെ തന്നെ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്തും ചെയ്യാം. തുടർന്ന് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കുരിശുമരത്തിൽ കൊന്നുകളയാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ നിർത്തി. എന്നിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളുടെ ഭാഗത്തേക്ക് അമ്പെയ്യുക. കൈകളുടെ ഭാഗത്തേക്ക് അമ്പെയ്തുകൊണ്ട് രാജാവ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഈ മതത്തിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടും. അത് കേട്ട ഭാവം പോലും നടിച്ചില്ല അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ. രാജാവ് പറഞ്ഞു, നിങ്ങൾ കാലുകളുടെ ഭാഗത്തേക്ക് അമ്പെയ്യുക. അപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ മതത്തിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ മരണത്തിൽ നിന്ന് താങ്കളെ രക്ഷിക്കാം, വലിയ പാരിതോഷികങ്ങൾ, പ്രതിഫലങ്ങൾ, സമ്മാനങ്ങൾ നൽകാം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ദൃഢനിശ്ചയത്തോടെ തൻ്റെ ഇടത്തോടുകൂടെ പറഞ്ഞു, ഞാൻ ഒരുക്കമല്ല, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ വേണ്ട, അദ്ദേഹത്തെ നിങ്ങൾ താഴെ ഇറക്കൂ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ താഴെ ഇറക്കി. ശേഷം രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ചെമ്പിൽ നിറച്ച എണ്ണ കൊണ്ടുവന്നു. ആ എണ്ണ നന്നായി തിളപ്പിച്ചതിന് ശേഷം 2 തടവുകാരായ മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് ഒരാളെ ആ എണ്ണയിലേക്ക് ഇടാൻ പറഞ്ഞു. ഒരാൾ ആ എണ്ണയിലേക്ക് ഇടപ്പെടുകയും ശരീരത്തിലെ മാംസങ്ങൾ അടർന്നു പോകുന്ന രീതിയിൽ ഓരോ ഭാഗത്തുള്ള എല്ലുകളും വ്യക്തമായി കാണാവുന്ന രീതിയിലേക്ക് മരണത്തിലേക്ക് പോവുകയും ചെയ്തു ആ മനുഷ്യൻ. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയോട് പറഞ്ഞു, താങ്കൾക്കും ഇതേ ഗതിയാണ് വരാനിരിക്കുന്നത്. അപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫക്ക് യാതൊരു ചാഞ്ചാട്ടവും സംഭവിച്ചില്ല. ആ തീയിൽ കത്തിയെരിയുന്ന
ആ തീയിൻ്റെ മുകളിലുള്ള പാത്രത്തിൽ ചുട്ട് പഴുത്ത് നിൽക്കുന്ന ആ എണ്ണയിലേക്ക് ഇട്ട് കൊന്നുകളയാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ കൊണ്ടുപോകുമ്പോൾ 2 കണ്ണുകളും നിറഞ്ഞൊലിക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവ് പറഞ്ഞു, അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. രാജാവ് വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാൻ തയ്യാറാണോ? ഉടനെ പ്രതികരിച്ചു, ഞാൻ ഒരിക്കലും അതിന് തയ്യാറല്ല. അപ്പോൾ രാജാവ് വീണ്ടും ചോദിച്ചു, പിന്നെ എന്തിനാണ് താങ്കൾ കരഞ്ഞത്? ഞാൻ കരഞ്ഞത് അതിനൊന്നുമല്ല. രാജാവായ താങ്കൾ എന്നെ ഈ ചെമ്പിലേക്ക് എറിഞ്ഞ് അല്പനേരം കഴിയുമ്പോഴേക്കും എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വിട്ടുപോകും, ഞാൻ മരിച്ചു പോകും. എൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളുടെ അത്രയും ആത്മാക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ ഓരോ ആത്മാക്കളും റബ്ബിൻ്റെ മാർഗത്തിൽ എനിക്ക് ചെലവഴിക്കാമായിരുന്നല്ലോ എന്നാലോചിച്ചാണ് ഞാൻ കരഞ്ഞുപോയത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അത് കേട്ട് വികാര വിജൃംഭിതനായി രാജാവായ ചക്രവർത്തിയായ കൈസർ. ആ രാജാവ് അവസാനം ഇങ്ങനെ ചോദിച്ചു, എല്ലാം ഞാൻ ഒഴിവാക്കാം, എൻ്റെ ശിരസിൽ വന്ന് ചുംബിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളെ ഞാൻ വിട്ടയക്കാം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ അങ്ങനെ ചെയ്യാം, പക്ഷേ താങ്കൾ ബന്ദികളാക്കിയ മുഴുവനും മുസ്ലിമീങ്ങളെയും വിട്ടയക്കാൻ നിങ്ങൾ തയ്യാറാണോ? രാജാവ് പറഞ്ഞു, തയ്യാറാണ്. ബന്ദികളാക്കപ്പെട്ട മുസ്ലിമീങ്ങളെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി ആ രാജാവിൻ്റെ ശിരസിൽ പോയി ചുംബിച്ചു. ഒരു വലിയ നന്മക്ക് വേണ്ടി ആ ഒരു കാര്യം ചെയ്തു അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. ഞാനിങ്ങനെ ചെയ്യുന്നത് ഒരുപാട് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ആ ഒരു ചിന്തയോടുകൂടെ ആ ഒരു കാര്യം അവർ ചെയ്തു. അങ്ങനെ അവർ നേരെ വിട്ടയക്കപ്പെട്ട മുസ്ലിമീങ്ങളും എല്ലാവരും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് എത്തി കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. ആ സമയത്ത് രാജാവിൻ്റെ തലയിൽ പോയി ചുംബനം കൊടുത്ത് കുറേ മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന് വലിയ അംഗീകാരം പ്രഖ്യാപിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ മുസ്ലിമീങ്ങളും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ ശിരസ് ചുംബിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് ആദ്യം ഞാൻ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചാനയിച്ച് വളരെ സന്തോഷത്തോടുകൂടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടുകൂടെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ ചുംബിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ തിരു സ്വഹാബാക്കളുടെ ഈമാനികമായ ഊർജ്ജം കൊണ്ട് അള്ളാഹു നമ്മളെ ഉയർത്തി തിരുമാറാവട്ടെ. ആമീൻ.